ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് ബംഗളൂരു. പഠനത്തിനും ജോലിക്കുമായി രാത്രി സമയങ്ങളിൽ പോലും പെൺകുട്ടികളും യുവതികളും നഗരത്തിൽ സജീവമാണ്. എന്നാൽ ബംഗളൂരുവിന് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളിലെ സാഹചര്യം എന്താണ്? യാത്രക്കിടെ ഒറ്റപ്പെട്ടു പോയാൽ സ്ത്രീകൾ സൂക്ഷിക്കണം. കർണാടക ബസവപട്ടണയിൽ 41കാരി നേരിട്ട ദുരനുഭവം ഞെട്ടലോടെയാണ് കേട്ടത്. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവുമായി പിണങ്ങി രാത്രിയിൽ വീട് വിട്ടിറങ്ങിയ യുവതിക്ക് നേരെയായിരുന്നു ആക്രമണം. ഈ മാസം 3-നാണ് ബസവപട്ടണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 41കാരിയെ 10 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത്. ഭർത്താവുമായി വഴക്കുണ്ടായി മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകും വഴിയാണ് സംഭവം. പ്രതികൾ യുവതിയെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. പീഡന ദൃശ്യങ്ങൾ പ്രതികൾ ചിത്രീകരിച്ചു. വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ ബസവപട്ടണ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം തുടരുകയാണ്. പ്രതികളെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ಈ ಮಹಿಳೆಗೆ ನೊಂದ ಮಹಿಳೆಯವರಿಗೆ ಗಂಡ ಮತ್ತು ಹೆಂಡತಿ ಗಂಡ ದಿನ ಕುಡ್ಕೊಂಡು ಬರ್ತಾ ಇರ್ತಾನೆ. ಕುಡ್ಕೊಂಡು ಬಂದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಸಂಸಾರ ಸಾಗಿಸಲು ಕಷ್ಟ ಆಗುತ್ತೆ ಅಂತ ಬಿಟ್ಟೇಳಿ ಸ್ವಲ್ಪ ಗಲಾಟೆ ಆಗುತ್ತೆ. ಮನನೊಂದಿರ್ತಕ್ಕಂಥ ನೊಂದ ಮಹಿಳೆ ಅಲ್ಲಿಂದ ಹತ್ತಿರದಲ್ಲಿರ್ತಕ್ಕಂಥ ತನ್ನ ತವರೂರಿಗೆ ಹೋಗ್ಬೇಕಂತ ಬಿಟ್ಟೇಳಿ ನಡೆಕೊಂಡು ಹೋಗ್ತಾರೆ. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ക്രൂരമായ കൂട്ടബലാത്സംഗം വാർത്തയായതോടെ പ്രദേശത്ത് വൻ ജനരോഷമുയർന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് 100 കണക്കിന് നാട്ടുകാർ ബസവപട്ടണ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് തടിച്ചുകൂടി കനത്ത പ്രതിഷേധമുയർത്തി. ನನ್ನ ಮಗ ಟ್ಯಾಕ್ರಿ ಹೊಡೆದ ರೈತರ ಕೆಲಸ. ಬೆಳಗ್ಗೆ 8 ಗಂಟೆ ನನ್ನ ಮಗ ಬಂದು ಡೀಸೆಲ್ ತಗೊಂಬಂದು ಬೆಳಗ್ಗೆ 6 ಗಂಟೆಗೆ ಹೋದನು, ರಾತ್ರಿ 8 ಗಂಟೆಗೆ ಬರೋನು ನನ್ನ ಮಗ ಸ್ವಾಮಿ. ഭാരതീയ ന്യായ സംഹിതയിലെ കൂട്ടബലാത്സംഗം, രഹസ്യമായി ദൃശ്യങ്ങൾ പകർത്തൽ, നിയമവിരുദ്ധമായി ഒത്തുകൂടൽ, കൂടാതെ IT ആക്ടിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.